Okay. Mark your attendance. മിസ്സേ കേൾക്കുന്നില്ല. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് എല്ലാവരും എടുത്തോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ എക്സാമിന്റെ എല്ലാവരും? ഓക്കെ. മിസ് ആൻസർ വായിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, അത് കഴിഞ്ഞ് ആൻസർ വായിക്കും. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ എന്തിടണം? തെറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ അർത്ഥം എഴുതുക എന്നതാണ് അല്ലെ. അതില് ഒന്നാമത്തത് ധന്യം. എന്താ അർത്ഥം ധന്യം? പുണ്യം. പുണ്യം അല്ലെങ്കിൽ മഹത്തരം. ഓക്കെ. അപ്പൊ പുണ്യം മഹത്തരം നേടിയവർക്ക് ശരിയിടാം. മിസ് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും ശരിയിടാം. ഏതെങ്കിലും ഒരാൾ ചോദിക്കേ. പറഞ്ഞോ. ഒരെണ്ണം എഴുതിയാലും മതി. അർത്ഥം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനി ഉണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ അത് ശരിയാക്കണം. എന്നിട്ട് അത് ടിക്കിടാം. ഓക്കെ. അപ്പൊ ധന്യം പുണ്യം. ഓക്കെ. രണ്ടാമത്തത് ആധുനികം. എന്താ അർത്ഥം ആധുനികം? പുതിയത്. പുതിയത്. ഓക്കെ. പുതിയത് എന്ന് ആൻസർ പുതിയത് എന്ന് ആൻസർ എഴുതിയവർക്ക് ടിക്കിടാം. ആധുനികം പുതിയത്. നെക്സ്റ്റ് വൺ എന്താണ്? നാഗം. എന്താ അർത്ഥം? സ്വർഗം. എന്ന് എഴുതിയവർക്ക് ശരിയിടാം. സ്വർഗം എന്ന് എഴുതിയവർക്ക്. നാലാമത്തത് ചന്തം. ഭംഗി. ഓക്കെ. ഭംഗിയാണ് കറക്റ്റ് ഉത്തരം. ചന്തം ഭംഗി. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യന് എന്ത് അർത്ഥം എഴുതുകയിൽ ഫിഫ്ത്ത് വീഥി. എന്താ അർത്ഥം? വഴി. വെരി ഗുഡ്. വീഥി വഴി. നെക്സ്റ്റ് ആറാമത്തത് യാചന. എന്താണ്? അപേക്ഷ. അപ്പൊ ഈ ആറും ശരിയായവരുണ്ടോ ഈ കൂട്ടത്തില്? അപ്പൊ 6 എണ്ണവും ശരിയായ എത്ര മാർക്ക് എന്നാണ് മിസ് പറഞ്ഞത്? 6 മാർക്ക്. 6 × 1 = 6. അപ്പൊ 6 മാർക്ക് കിട്ടോ. ബ്രാക്കറ്റ് ഇപ്പുറത്ത് മാർജിനില് 6 മാർക്ക് കിട്ടും. 6ഉം ശരിയായവര് 6 മാർക്ക്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് വേർഡ് വിപരീത പദം എഴുതുക എന്നുണ്ട്. അതില് ഫസ്റ്റ് വൺ സുഗമം. എന്താ മീനിങ്? ഓക്കെ കറക്റ്റ്. ദുർഗമം എഴുതിയവര് ശരി കേട്ടോ. അടുത്ത സെക്കൻഡ് സത്യം. അസത്യം. അത് എഴുതിയവര് ശരി കേട്ടോ. മൂന്നാമത്തത് ശത്രു. കറക്റ്റ്. ശത്രു മിത്രം. ശരി കേട്ടോ. മിത്രം എഴുതിയവര്. അപ്പോ ഈ 3ഉം കറക്റ്റ് ആയാല് 3 മാർക്കാണ്. 1 തെറ്റിയവരെത്ര? 2 മാർക്ക്. ഇനി 3ഉം തെറ്റിയില്ലെങ്കിലോ 3 മാർക്കും ഇല്ല കേട്ടോ. ഓക്കെ. അപ്പൊ 3ഉം ശരിയായവര് അതിന്റെ മാർജിനില് 3 കിട്ടോ മാർക്ക്. നെക്സ്റ്റ് പര്യായം എഴുതുകയാണ്. കുറെ പേര് തെറ്റിച്ച കാര്യമാണ് പര്യായം എഴുതുക. യെസ്. രണ്ടാമത്തെ പര്യായ പദം എഴുതല് അല്ല വിപരീത പദം എഴുതുക എന്നുള്ളതിൽ ഒന്നാമത്തെ സുഗമം ദുർഗമം. രണ്ടാമത്തെ സത്യം അസത്യം. 3 ശത്രു മിത്രം. ഓക്കെ. 3ഉം ശരിയായ 3 മാർക്ക്. അടുത്ത പര്യായം എഴുതാനാണ്. വൃക്ഷം. എന്താണ് വൃക്ഷം എന്ന പദത്തിന്റെ പര്യായം? വൃക്ഷം തരു അപ്പൊ 2 എണ്ണെങ്കിലും തരു
ശാഖി. രണ്ടെണ്ണം കറക്റ്റ് ശരിയാണെങ്കിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം തെറ്റിയാലോ? മൂന്നെണ്ണം എഴുതിയവർക്ക് എന്തായാലും ശരി. ഓക്കെ, കറക്റ്റ് എല്ലാരും. ഇനി രണ്ടെണ്ണം എഴുതിയുള്ളൂവെങ്കിലും ശരി കേട്ടോ, ഒരു മാർക്ക് ഇടാം അതിന്. ഒരെണ്ണം മാത്രം എഴുതിയതിന് ഒരു അര മാർക്ക് കിട്ടോ. ഒരെണ്ണം മാത്രമേ ശരിയാവൂലൂ, പര്യായപദാവൂല. എല്ലാം ശരിയാണെങ്കിൽ ഒരു മാർക്ക് അതിന്. ഒന്ന് മാത്രം എഴുതിയാൽ ഒരിക്കലും പര്യായപദമല്ല. മൂന്നും തെറ്റിയാലോ? ഒരെണ്ണം തെറ്റിയ ഞാൻ പറഞ്ഞില്ലേ ഒരു മാർക്ക് കിട്ടോ. ഓക്കെ, ഒരു മാർക്ക് തന്നെയാണ് ഇനി, ആ ഒരു മാർക്ക് കിട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തത് ഏതാ? കോകിലം അല്ലെ? കോകിലം എന്താണ്? പരഭൂതം, കുയിൽ. ഇതിൽ രണ്ടെണ്ണം ആൻസർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക്. മൂന്ന് എഴുതിയവർക്ക് ഫുള്ള് മാർക്ക്, അതിന് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഇനി ഒന്നേ ശരിയായുള്ളൂ എങ്കിൽ അതിന് അര മാർക്കേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പക്ഷി. എന്താണ് പക്ഷി? പതംഗം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് ഉണ്ട്, മൂന്ന് എഴുതിയവർക്ക് എന്തായാലും ഒരു മാർക്ക് ഉണ്ട്. ഇനി ഒന്ന് മാത്രം എഴുതിയില്ലെങ്കിൽ അര മാർക്കേ ഉള്ളൂ. അല്ല, തെറ്റിച്ചില്ലേ? ഞാൻ എല്ലാവരുടെയും ഓർമ്മയുണ്ട് കേട്ടോ, ഞാൻ നോക്കിയതാണ് ഈ പേപ്പറ്. അപ്പൊ നെക്സ്റ്റ് അടുത്തത് ഇല്ല, നോക്കി ആർക്കും ഞാൻ ഇട്ടെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ. ഇനി ആജ്ഞ, നാലാമത്തത് ആജ്ഞ. ഉത്തരവ്, വിളംബരം. കൽപ്പന, ഉത്തരവ്, വിളംബരം. ഓക്കെ, കൽപ്പന, ഉത്തരവ്, വിളംബരം. അപ്പൊ അതേ പറഞ്ഞ പോലെ മാർക്ക് ഇടുക കേട്ടോ. ഇനി അപ്പൊ അത് നാലും ശരിയാണെങ്കിൽ 4 മാർക്കാണ്. ഇനിയിപ്പോ ഓരോന്നും അര മാർക്ക് ഇത് ഓരോന്നേലും എഴുതിയിട്ടില്ലെങ്കിൽ അര മാർക്കേ ഉള്ളൂ. ഓക്കെ, മൂന്നെണ്ണം എഴുതിയിട്ടുള്ളൂ. ഒരാള് ചോദിക്കും. ആ രണ്ടെണ്ണം ഇതിനും കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല. ഒന്നിൽ കൂടുതൽ ആൻസർ വരണം. പര്യായപദം എഴുതുമ്പോ ഒന്ന് മാത്രം എഴുതിയാൽ നമ്മളത് മീനിങ്ങിനെ പറയാൻ പറ്റൂ. ഒന്നിൽ കൂടുതൽ എഴുതണം. അപ്പൊ രണ്ടെണ്ണെങ്കിലും വേണമെന്ന് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോൾ. രണ്ടെണ്ണം എഴുതിയവർക്ക് ഫുൾ തന്നെ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ നാലാമത്തെ എഴുതിയിട്ടില്ലെങ്കിൽ അതിന് മാർക്കില്ല കേട്ടോ. ഇനി ഒറ്റപ്പദമാക്കുക. അടുത്തത് പക്ഷികളും മൃഗങ്ങളും. എന്താണ്? അപ്പൊ ഒരു മാർക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് ഗ്രാമത്തിൽ വസിക്കുന്നവർ. അപ്പൊ ആടെ ഒരു മാർക്ക് നേടുക. രണ്ടാമത്തേന് നെക്സ്റ്റ് രക്തത്താൽ സാക്ഷ്യം നൽകിയവർ. മൂന്ന് ശരിയായവരുണ്ടോ? 3 മാർക്ക്. രണ്ടെണ്ണേ ശരിയായിട്ടില്ലെങ്കിൽ 2 മാർക്ക്. 3 ശരിയായ 3 മാർക്ക്. ഇനി ഒരെണ്ണേ ശരിയായുള്ളെങ്കിൽ 1 മാർക്ക്. ഇനി ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തത് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? മനുഷ്യജീവൻ പരസ്പരം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഇഴുകിച്ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് വായിക്കാം. ജന്തുജീവൻ, സസ്യജീവൻ, മനുഷ്യജീവൻ എന്നിവ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ പരസ്പരം ഇഴുകിച്ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്. പിന്നെ ജന്തുജീവൻ, സസ്യജീവൻ ഇത്ര മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും മാർക്കില്ല കേട്ടോ, മുഴുവൻ എഴുതണം. കണ്ണികൾ പോലെ ചേരുമ്പോഴാണ് അങ്ങനെ എഴുതിയേ. കണ്ണികൾ പോലെ ചേരുമ്പോഴാണ് പ്രപഞ്ച, അതല്ലേ അല്ല. മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ എന്നിവ പരസ്പരം അതാണ് അതിന്റെ പോയിന്റ്. പക്ഷെ അവിടുന്ന് തൊട്ട് എഴുതി, അത് കഴിഞ്ഞ്
കണ്ണികൾ പോലെ ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമായി തീരുന്നത്. അങ്ങനെ എഴുതിയത്. കുഴപ്പമില്ല. ഞാൻ ധന്യമാകുന്നതെന്ന് എഴുതിയത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, അതിലത്തെ അതിന്റെ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിനൊരു മാർക്ക് കിട്ടോ? അന്തിമേഘങ്ങൾ പോലെ കാട് ചോക്കാൻ കാരണമെന്ത്? വസന്തകാലം ആയതുകൊണ്ടാണ് അന്തിമേഘങ്ങൾ പോലെ ചുവന്നത്. വസന്തകാലം ആയതുകൊണ്ട് കാടുകളെല്ലാം പോകുന്നു. ഓക്കെ, ഒരാള് പറഞ്ഞു അതിന്റെ ആൻസർ. അമ്മയെ എന്താ എഴുതിയത്? വസന്തകാലം ആയതുകൊണ്ട് കാടുകളെല്ലാം പൂത്തതും കൊണ്ട് അന്തിമേഘങ്ങൾ പോലെ ചുവന്നത്. ഫസ്റ്റിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ എഴുതിയത്? ആദ്യം നമ്മൾ വായിച്ചതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? മ്യൂട്ട് ചെയ്തിട്ട് വായിച്ചാൽ ഞാൻ കേൾക്കില്ല. മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ എന്നിവ ഒരു ചങ്ങല കണ്ണികൾ പോലെ ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത്. ഓക്കെ, എന്നാ അതിന് മാർക്ക് കിട്ടോ ഫുള്ള്. ഓക്കെ, അപ്പൊ അത്ര ഇതുപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. നെക്സ്റ്റ് കുറച്ച് കുറവില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 മാർക്ക്. ഇനി അതുമല്ല അതിലത്തെ ഒന്നും കണ്ടന്റേ ഇല്ലെങ്കിൽ എങ്ങനെയാ, കുറച്ചേ ഉള്ളൂങ്കിൽ 1 മാർക്ക്. എന്താണ് ദേവപ്രിയക്ക്? രണ്ടാമത്തെ മാർക്ക് എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞവർക്ക് 2 മാർക്ക്, രണ്ടാമത്തേനും അതേപോലെ 2 മാർക്കാണ് ക്വസ്റ്റ്യൻ ആൻസറിന്. അപ്പൊ 4 മാർക്ക് കിട്ടും നിങ്ങൾക്ക് 2 ശരിയായാലും. ടോട്ടൽ 20 ഔട്ട് ഓഫ് 20 എത്ര മാർക്കാണെന്ന് നിങ്ങൾ നോക്കിയല്ലോ. എത്ര മാർക്ക് ഉണ്ടെന്ന് മിസ്സിന് ഫോട്ടോ ഇട്ടതാ മതി കേട്ടോ. എനിക്ക് ഫുൾ ഉണ്ട് മിസ്സേ. നിങ്ങൾ പര്യായം അതൊക്കെ തെറ്റിയവർ എന്ത് ചെയ്യണം? കുറച്ച് പ്രാവശ്യം എഴുതണം കേട്ടോ അത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എല്ലാം കറക്റ്റ് അല്ലേ? ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? അടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഏതാണ് ഒരു പാഠം, പൊന്നോണം എന്ന പാഠം കുറച്ച് എടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഗ്രാമർ നമുക്ക് ഇതുവരെ എടുത്ത പാഠം പിന്നെ ഗ്രാമർ പോർഷൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ എക്സാം ഉണ്ടാവും. അപ്പോഴേക്ക് നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കണം. അപ്പൊ ഇപ്പൊ 3 പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എക്സാം ഇട്ട സമയത്ത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പൊന്നോണവും അടുത്തൊരു പാഠോ അല്ലെങ്കിൽ 2 പാഠം എടുക്കാൻ പറ്റുമോ അറിയില്ല. പറ്റുമ്പോഴെങ്കിൽ നമുക്കൊരു എക്സാം ഇടാം ഒന്നുകൂടി. ഇപ്പൊ എല്ലാവരും എല്ലാ ഭാഗങ്ങളും പഠിക്കണേ. റിട്ടൺ എക്സാം ആയതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ എഴുതാൻ പഠിക്കണം. ഇപ്പൊ കുറെ ആളുണ്ട് എഴുതിയത് തെറ്റിച്ചിട്ടുണ്ട്, അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് അല്ലേ? ഇപ്പൊ പൊന്നോണം എന്ന പാഠം നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അല്ലെ? ഏകദേശം ഒരു ഹാഫ് ആയില്ലേ? ആയോ? ഇല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ഇനി അത് ഒന്ന് ഫുള്ളാക്കാം. ഇപ്പൊ 7ാമത്തെ ലെസൺ പൊന്നോണം. ഓക്കെ, ആഷിന് എന്താ? ആഷിന് എന്താ? ആഷിന് ഒന്നുമില്ല. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമുകിൽ കേസരം പോലെ, ചിന്നും വെൺമുകിൽ കേസരം മേലെ, മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റി ചാലേ നിരന്നു, പൂവിൻ മുങ്ങിന പൊന്നോണ നാളെ, പൂർണ്ണാമോദമെതിരേൽക്കാൻ നീളെ, ചെമ്പൽ താമര പൊൻകുട നീർത്തി, ആമ്പൽ പൊയ്കകൾ താലമുയർത്തി, തുമ്പപ്പൂവാരി വാരി എറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലുമൊഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തി പാറും, പിച്ചീവകപ്പൂവുകൾ തോറും, നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ,
ചിത്തം ചന്ദനത്തെന്നലിൽ കൂടി വാനിന്നേവമസൂയ വളർത്തി വാഴ്ക മാവേലി മംഗളമൂർത്തി. അപ്പോ എന്താണ് പറഞ്ഞേ? വാനിന്നേവം അസൂയ വളർത്തി മംഗളമൂർത്തിയായി ആര്? മാവേലി വാഴുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, നമ്മളത് പറഞ്ഞു. പിന്നെ ആദ്യം എന്ത് പറഞ്ഞു? ചിങ്ങത്തെളിവ് കാണാൻ നെല്ലിപ്പൂവ് കണ്ണു തുറന്നു. അടുത്തത് പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ ഏതാണ്? മുക്കുറ്റി അല്ലേ? മുക്കുറ്റിപ്പൂവ് മുന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെന്താ പറഞ്ഞത്? അടുത്തത് താമരപ്പൂക്കളൊക്കെ പൊൻകൂട നേർത്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ താമരപ്പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേ? ആമ്പൽപ്പൂക്കളും. ആമ്പൽപ്പൂക്കൾ എന്തായി? ഇത് ചെമ്പൽ താമര പൊൻകുട നീർത്തി ആമ്പൽ പൊയ്കകൾ താലമുയർത്തി തുമ്പപ്പൂ വാരി വാരിയെറിഞ്ഞു തുമ്പം തന്നിഴൽ പോലും ഒഴിഞ്ഞു. തുമ്പം എന്താ അർത്ഥം? തുമ്പം തുമ്പം ദുഃഖം അല്ലേ? തുമ്പപ്പൂ ഏത് കളറിലാണ് ഉണ്ടാവുക? തുമ്പപ്പൂ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പൂക്കളൊന്നും ആരും കാണാറില്ലേ? ആഷിൻ കണ്ടിട്ടുണ്ട് അല്ലേ? ആഷിൻ ഓക്കെ, ഏത് കളറിലാണ്? വെള്ള അല്ലേ? അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? തുമ്പപ്പൂ വാരി വാരി എറിഞ്ഞു തുമ്പം തന്നിഴൽ പോലും ഒഴിഞ്ഞു. തുമ്പം എന്ന് പറഞ്ഞാൽ ദുഃഖാണ് അല്ലേ? എല്ലായിടത്തും വെള്ള കളറൊക്കെ വാരി എറിഞ്ഞ് ഇത് ദുഃഖമൊക്കെ പോയി മറിഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞല്ലേ? പിന്നെന്താ പറഞ്ഞേ? തെച്ചി മന്ദാരം ചേമന്തി പാറും. തെച്ചി ഏതാണ്? തെച്ചി ചിക്കിപ്പൂവ് അല്ലേ? മന്ദാരം അറിയോ? മന്ദാരം ഒരു മഞ്ഞ കളറിലെ പൂവാണ് മന്ദാരം. നെക്സ്റ്റ് ചേമന്തി. ചേമന്തി എന്താണ്? ജമന്തി ഇല്ലേ? ജമന്തി. പിച്ചി ഈവകൾ പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ. ഇപ്പൊ തെച്ചി, മന്ദാരം, ജമന്തി ഇതൊക്കെ പിച്ചി ഈ പൂവുകളൊക്കെ കേരള നാട്ടിലുണ്ട് എന്നാണ് പറഞ്ഞല്ലേ? ചിങ്ങമാസം വരുമ്പോഴാണ് പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് അല്ലേ? പൂക്കാലമാണ്, വസന്തകാലം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? എല്ലാ പൂവുകളൊക്കെ ഇങ്ങനെ പുഷ്പിച്ചിട്ടാ ഉണ്ടാവുക. അതൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ? പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ വേണ്ടി പൂവുകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? അതാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? ചിത്തം ചന്ദനത്തെന്നലിൽ കൂടി വാനിന്നേവമസൂയ വളർത്തി വാഴ്ക മാവേലി മംഗളമൂർത്തി. ചിത്തം മനസ്സ് അല്ലേ? മനസ്സ്. ചിത്തം അറിയില്ലേ? നമ്മൾ പഠിച്ചല്ലേ? മനസ്സ്. ഈ പ്രാവശ്യം ആ എക്സാം ഇട്ട സമയത്ത് കുറെ പേര് പര്യായപദമാണ് തെറ്റിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പര്യായം നമുക്ക് പഠിക്കാനുണ്ട്. അതിന് നിങ്ങൾ ഒരർത്ഥത്തിനെല്ലാം എഴുതി വെക്കുന്ന പോലെ എഴുതി വെക്കുന്നേ ഉള്ളൂ. ഒറ്റ ഒരു വേർഡ്. എന്താണ് ഷംവീരെ കുടിക്കുന്നേ? ഞാൻ കണ്ടു ഇവിടെ അല്ലേ? ഷംവീല് ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? വാനിന്നേവം അസൂയ വളർത്തി വാഴ്ക മാവേലി. എല്ലാ അസൂയ എങ്ങനെയാ മാവേലി ഇവിടെ വാണത്? ഓണത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? എങ്ങനെയാ പഴയ കാലത്ത് മഹാബലി ഭരിച്ചത്? എങ്ങനെയാ ഇവിടെ? ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ചിങ്ങമാസത്തില് ഓണം തിരുവോണം നാളിൽ എങ്ങനെ മാവേലിയെ ഇങ്ങനെ പ്രജകളെ കാണാൻ വരുന്ന സമയത്ത് എന്തൊക്കെയാ? പുതിയ ഡ്രസ്സൊക്കെ ധരിച്ച് പൂക്കളൊക്കെ ഒരുക്കി ഓണസദ്യയൊക്കെ ഒരുക്കി നിൽക്കുന്നത്. അതുപോലെയായിരുന്നു നമ്മള് പഴയ മഹാബലി ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ജീവിച്ചിരുന്നത് പ്രജകൾ അല്ലേ? അതുപോലെയാണ് ഇന്നും ഇന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മള് അന്നത്തെ ദിവസം എല്ലാം റെഡിയാക്കിയിട്ട് മഹാബലിനെ കാത്തു നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ പ്രജകളെ കാണാൻ വരുന്ന ദിവസം അതുപോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ? അസൂയ വളർത്തിയിട്ട് അത്രയും സമ്പൽ സമൃദ്ധമായിരുന്നു അന്നത്തെ കാലം അല്ലെ? അതാണ് പറഞ്ഞത്. അപ്പൊ ഈ പാഠം ഒന്ന് വായിച്ച മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തം പറഞ്ഞാണ് അല്ലെ? ഓക്കെ, ഇന്നൊന്ന് വായിച്ചേ പാഠം. ആരാ ഇന്ന് വായിക്കുന്നേ? ഓക്കെ, ആരാ കഴിഞ്ഞ ക്ലാസ് വായിച്ചവരെന്നെയാണോ? ഓക്കെ, ദേവപ്രിയ. കൃപാമേരി നേരത്തെ എവിടെ പോയതാ? കൃപാമേരി
വായിക്കാൻ പറയുമ്പോ കാളെ കണ്ടില്ല. ദേവപ്രിയ വായിച്ചോ. നെല്ലിൻ തോടിലൊക്കെ വെച്ചു നിന്നു, നെല്ലിൻ പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും തോടിലാക്കി വെച്ചു നിന്നും നെല്ലിൻ പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമുകിൽ കേസരം മേലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റിച്ചോല നിരന്നു, പൂവിൽ മുങ്ങിന ചാലേ നിരന്നു, പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ പൂർണ്ണ മോദമെതിരേൽക്കാൻ നീല. മുങ്ങിന എന്താർത്ഥം? മുങ്ങിയ. പൂർണ്ണാമോദം എന്താണ്? പൂർണ്ണമായ സന്തോഷത്തോടെ. ആമോദം സന്തോഷം. നീലെ ചെമ്പൽ താമര പൊൻകുട നിർത്തി, ആമ്പൽ പൊയ്കൾ താലമുയർത്തി, തുമ്പപ്പൂവാരി വാരി എറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലും ഒഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തി പാറും, പിച്ചി ഈവക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു, കേരള നാട്ടിൻ ചിത്തം ചന്ദനത്തെ നെല്ലിൽ കൂടി, വാനിനേവമസൂയ വളർത്തി വാഴക മാവേലി മംഗളമൂർത്തി. വാനിനേവം, ഏവം ഇങ്ങനെ എന്നാണ് അർത്ഥം. വാനിന് ഇങ്ങനെ അസൂയ ഉണ്ടാക്കി എന്നാണ് അർത്ഥം അവിടെ. ഓക്കെ, നെക്സ്റ്റ് കൃപാമേരി. നെല്ലിൻ തോളിലാ കൈവച്ചു നിന്നു. പാഠം 7 പൊന്നോണം. നെല്ലിൻ തോളിലാ കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമുകിൽ കേസരം മേലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ പൊന്നിൻ കുത്തു വിളക്കുമായി വന്നു, മുന്നിൽ മുക്കൂറ്റി ചാലേ നിരന്നു, പൂവിൽ മുങ്ങിനി പൊന്നോണ നാളെ പൂർണ്ണാമോദത്തിരേൽക്കാൻ നീളെ ചെമ്പാൽ താമര പൊൻകുട നിർത്തി, ആമ്പൽ പൊയ്കകൾ താലമുയർത്തി, തുമ്പപ്പൂ വാരി വാരി എറിഞ്ഞു, തുമ്പം തൻ നിഴൽ പോലെ മൊഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തി പാറും, പിച്ചിയേവകൾ പൂവുകൾ തോറും നൃത്തം ചെയ്യുന്ന കേരള നാട്ടിൽ ചിത്തം ചന്ദനത്തിനെൽക്കൊടി, വാനിനവമസയുവളർത്തി വാഴ്ക മാവേലി മംഗളമൂർത്തി. വാഴ്ക മാവേലി മംഗളമൂർത്തി. ഓക്കെ, നെക്സ്റ്റ്. ആരാ രാവിലെ വായിക്കാത്തരാ? ആഷിൻ. പാഠം 7 പൊന്നോണം. നെല്ലിൻ തോളിലാ കൈവച്ചു നിന്നു, നെല്ലിൻ പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെണ്ണ മൂക്കില് കേസരം മേലെ മിന്നും ചിങ്ങ കാണുവാൻ പോലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റിച്ചാല നിരന്നു, പൂവിൽ മുങ്ങിൻ പൊന്നോണം നാളെ പൂർണ്ണാമോദമെതിരേൽക്കാൻ നീള ചെമ്പൽ താമര പൊൻകുട നിർത്തി, ആമ്പല പൊയ്കകൾ താലമുയർത്തി, തുമ്പപ്പൂ വാരി വാരി എറിഞ്ഞു, തുമ്പം തന്നെ നിഴൽ പോലും ഒഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തി പാറുന്നു, യുവകൾ തോറും നിത്യം ചെയ്യുന്നു, കേരളം നാട്ടിൻ ചിത്തം ചന്ദനം തെന്നലിൽ കൂടി, വാനിനെ വസയു വളർത്തി വാഴക
മുണ്ടളം മൂത്തി. വാഴ്ക മാവേലി. ഓക്കെ. നെക്സ്റ്റ് സേബ. സേബ തോമസ്. പാഠം 7 പൊന്നോണം. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലിൻ പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമുകിൽ കേസരം മേലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ പൊന്നിൻ കുഞ്ഞു വിളവുമായി വന്നു, മുന്നിൽ മുക്കുറ്റിച്ചാലെ നിരന്നു, പൂവിൽ മുങ്ങിയ പൊന്നോണ നാളിൽ പൂർണ്ണമോദമെത്തി നേരേൽക്കാൻ നീലെ ചെമ്പോൽ താമര പൊൻകുട നിർത്തി, ആമ്പൽ പൊയ്കകൾ താലമുയർത്തി, തുമ്പപ്പൂവായി വാരിയെറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലെയും ഒഴിഞ്ഞു, തെച്ചി മന്ദാരം ചെമന്തി പാറും പിച്ചി, ഈവക പൂവുമകൾ തോറും നൃത്തം ചെയ്യുന്നു, കേരളം നാട്ടിൻ ചിത്തം ചന്ദനത്തെന്നലി കൂടെ വാനിനെ വമസൂയവർത്തി, വാഴ്ക മാവേലി മംഗളമൂർത്തി. ഓക്കെ. ആൻഡ്രോസ്. പാഠം 7 പൊന്നോണം. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലിൽ പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നം വെൺമുകിൽ കേസരം മേലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ പൊന്നിൻ കുത്തു വിളക്കുമായി വന്നു, മുന്നിൽ മൂക്കുറ്റി ചാലെ നിരന്നു, പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ പൂർണ്ണമോദമെതിരേൽക്കാൻ നീളെ ചെമ്പോൾ താമര പൊൻകുട നിർത്തി, ആമ്പൽ പൊയ്കൾ താലമുയർത്തി, തുമ്പപ്പൂ വാരി എറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലും ഒഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തി പാറും പിച്ചി, ഈവക പൂക്കൾ തോറും നൃത്തം ചെയ്യുന്നു, കേരള നാട്ടിൽ ചിത്തം ചന്ദന തെന്നെല്ലിൻ കൂടി, വാനിനെവമസൂയവളർത്തി, വാഴുക മാവേലി മംഗളമുയർത്തി. ഓക്കെ. വായിക്കാൻ പഠിച്ചു എല്ലാവരും? ഷംബീലൊന്ന് വായിച്ചേ. ഷംബീല്. രാവിലെ വായിക്കാത്തവരെയാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. ഷംബീൽ. ഷംബീൽ അൺമ്യൂട്ട് ചെയ്ത് വായിച്ച മോനെ. അൺമ്യൂട്ടാണ്. അതാ ഇപ്പം മ്യൂട്ടാക്കി. ഷംബീലേ അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്തോ? ആവുന്നില്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി മക്കളെ. ചിങ്ങത്തെളിവ് കാണാൻ കണ്ണു തുറന്നത് ആര്? ആരാണ് കണ്ണു തുറന്നത് ചിങ്ങത്തെളിവ് കാണാൻ? ആർക്കറിയാം അതിന്റെ ആൻസർ? ആർക്കറിയാം? അബ്ദുൽ ബാസിത്തിന്. ഓക്കെ, പറഞ്ഞ അബ്ദുൽ ബാസിത്തെ. ചിങ്ങത്തെളിവ് കാണാൻ കണ്ണു തുറന്നത് ആര്? പൂക്കൾ. ഏത് പൂക്കൾ? ചിങ്ങത്തെളിവ് കാണാൻ ആദ്യത്തെ ലൈനിൽ എന്താ പറഞ്ഞേ? നെല്ലിപ്പൂവാണ് ചിങ്ങത്തെളിവ് കാണാൻ കണ്ണു തുറന്നത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത് ആരാണ്? ആരാണ് പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത്? പൊന്നോണം ഇന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ പിന്നെന്താ? പൊന്നിൻ കുത്തു വിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റി ചാലേ നിരന്നു. ഏതാണപ്പോ പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ വന്നിനെ? മുക്കുറ്റി. പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത് മുക്കുറ്റിയാണ് അല്ലേ? പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത്
മുക്കുറ്റിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നെക്സ്റ്റ് മൂന്നാമത്തെ, താമരപ്പൂക്കൾ പൊന്നിൻ കുടയായി വിടർന്നപ്പോൾ ആമ്പൽ പൊയ്കകൾ താലമേന്തി എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്ത്? എന്താണ് പൊരുള്? എന്താണ് മക്കളെ പൊരുള്? അതിന്റെ മനസ്സിലായോ? അത് ആർക്കും മനസ്സിലായിട്ടില്ല പാഠം? ഇല്ലേ? ആർക്കറിയാം അതിന്റെ ആൻസർ? നേരത്തെ എല്ലാരും പറയുന്നുണ്ടായിരുന്നല്ലോ അവിടുന്ന്. പൊന്നോണ അല്ല, എന്താണ് അതിന്റെ ആൻസർ? പൊന്നോണ നാളിൽ എഴുന്നള്ളുന്ന മഹാബലിയെ എതിരേൽക്കാനായിട്ട് എന്ത് ചെയ്തു? അതല്ലേ നമ്മൾ പറഞ്ഞത്? താലവും കുടയും പോലെ ആമ്പലും താമരയും നിന്നു എന്നാണ് ഇതിന് പൊരുള്, അല്ലേ? പൊന്നോണ നാളുകളിൽ ആര് എഴുന്നള്ളുന്ന മഹാബലിനെ എതിരേക്കാൻ വേണ്ടി താലവും കുടയുമായി ആരൊക്കെ നിന്നു? ആമ്പലും താമരയും. അതാണ് അതിന്റെ പൊരുൾ. അത്രയാണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്, അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ പാഠത്തിന് ക്വസ്റ്റ്യൻസ് മിസ് എഴുതുന്നില്ലല്ലോ? എഴുതുന്നോ? തന്നു. അപ്പൊ ഇന്ന് നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് അറിയോ? എല്ലാവരും എന്ത് എഴുതണം? ഈ പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് അതിന്റെ പദങ്ങളുടെ അർത്ഥം. ബാക്കിയുള്ള പാഠം കംപ്ലീറ്റ് അല്ലേ? ആണോ അല്ലയോ? യെസ്. ഓക്കെ ഷെഫി. ഇപ്പൊ മുങ്ങിന അർത്ഥം എന്താ? മുങ്ങിയ. തുമ്പം ദുഃഖം. ചേമന്തി ജമന്തി. ചിത്തം മനസ്സ്. ഏവം എന്താ അർത്ഥം? ഏവം ഇങ്ങനെ. കണ്ടോ നിങ്ങൾ അർത്ഥം? തെന്നൽ ഇളം കാറ്റ്. ചാലേ ചന്തത്തിൽ. മംഗളം ഐശ്വര്യം. മൂർത്തി ദേവൻ. കേസരം കുഞ്ചിരോമം അല്ലെങ്കിൽ പൂവിന്റെ കേസരം. ഒഴിഞ്ഞു മാഞ്ഞു. പിന്നെന്താണ്? പര്യായ പദമുണ്ട്. തുമ്പം ദുഃഖം ശോകം അഴൽ. തെന്നൽ പവനൻ അനിലൻ മാരുതൻ. ചിത്തം മനസ്സ് മാനസം മനം. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ എന്ത് എഴുതുക? നിങ്ങളെ നോട്ടിലേക്ക് പകർത്തി എഴുതുക. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക. കേൾക്കുന്നുണ്ടോ മക്കളെ മിസ് പറയുന്നത്? യെസ്. അപ്പൊ പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് മീനിങ് എഴുതുക, പദങ്ങളുടെ അർത്ഥം എഴുതുക, എന്നിട്ട് പര്യായ പദം എഴുതുക. നോട്ടിലേക്ക് എല്ലാവരും എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ പാഠം നല്ലതുപോലെ വായിക്കും വേണം കേട്ടോ. അലനെ വായിപ്പിക്കാത്ത അലൻ ആവുന്നില്ല വായിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നല്ലതുപോലെ വായിച്ച് പഠിക്കും. നമുക്ക് ഇവരെ പോലെ എത്തണ്ടേ? ആ ഓക്കെ. ഓക്കെ ബൈ. See you. Bye. Okay.